ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയമുള്ള സഹോദരങ്ങളും, നിങ്ങളുടെ അടുത്ത് വന്നു നിൽക്കുവാനും തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം ക്ഷണിക്കുകയാണ്. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ഒരു പുതിയ ജീവിതം തുടങ്ങുക, ഒരു പുതിയ ജീവിതയാത്ര ആരംഭിക്കുക, ഒരു പുതിയ വ്യക്തിയായി തീരുക. അതിവിടെ മാത്രമല്ല, വരുവാനിരിക്കുന്ന ലോകത്ത്. അതിലേക്കാണ് യേശു നമ്മെ ക്ഷണിക്കുന്നത്. അതിന് നമുക്ക് മാനസാന്തരം അത്യാവശ്യമാണ്. മനുഷ്യരൊക്കെയും ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ഗോപിഷ്ഠന്മാരാകുകയും ആ കോപം പലപ്പോഴും വലിയ ആപത്തുകളിലേക്കും അപകടങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുകയും ചിലപ്പോഴൊക്കെ അത് വലിയ തീരാത്ത നഷ്ടമായി തന്നെ തീരുവാനും ഇടയാകും. അതിനാണ് പറയുന്നത്, അപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി യേശു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം ഒരുക്കപ്പെട്ടിരിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തെ ഉപേക്ഷിക്കുക, ഈ ലോകത്തിൽ നാം മാനസാന്തരമുള്ളവരായി നല്ല സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുക. ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്രകാരം ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മളൊരു പുതിയ മനുഷ്യനായി തീരേണ്ടതുണ്ട്. നമ്മളിലുള്ള പഴയ മനുഷ്യൻ കോപമുള്ളവനും ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് അതിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. എന്നാൽ അപ്രകാരം ജീവിക്കുമ്പോൾ നാം ഓർത്തുകൊള്ളുക, നമുക്ക് മാനസാന്തരം ഇല്ല എന്ന്. അപ്പോൾ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ അതിന് ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമുക്ക് മാനസാന്തരം ഉണ്ടായി നമ്മളൊരു പുതിയ മനുഷ്യനാകുവാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. ആ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരം, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ദുഃഖമുള്ളവരാണ്. കാരണം ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ല, നമുക്ക് പ്രതികൂലമാണ്. ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് അനേക ദുഃഖങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നുകൊണ്ടിരിക്കും. അതൊക്കെയും സന്തോഷമാക്കുവാൻ ഈ ലോകത്തൊന്നും തന്നെയില്ല. കാരണം നമ്മൾ ദുഃഖിക്കുവാനുണ്ടായിരിക്കുന്ന നഷ്ടം അത്രയേറെ വലുതാണ്.
അത് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. ആ ദുഃഖം മാറി സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്ത് അങ്ങനെ ഒന്ന് ഇല്ല നമുക്ക് നൽകി നമ്മളെ ആശ്വസിപ്പിക്കുവാൻ. ആര് നമ്മുടെ ദുഃഖങ്ങൾ നീക്കുവാൻ നമ്മുടെ അടുത്ത് വന്നാലും ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ചില ദിവസങ്ങൾ മാത്രമാണ് അവർ നമ്മോട് കൂടെ ഇരിക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെയും ദുഃഖമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അത് വസിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രത്യാശയ്ക്ക് അത് ഭംഗം വരുത്തിക്കൊണ്ടിരിക്കും. ആയതിനാലാണ് ഇവിടെ യേശുവിലും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ കൂടി പറയുന്നത്, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. യേശു കർത്താവ് വീണ്ടും വരും എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം വീണ്ടും വരുന്നത് ദുഃഖവും സങ്കടവും വേദനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത്. അന്ന് ദൈവം തരുന്ന ആ സന്തോഷം ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും ഈ ലോകത്തിന് നമ്മളിൽ നിന്ന് നീക്കിക്കളയുവാൻ കഴിയുകയില്ല. ഈ ലോകത്ത് നാം സങ്കടം അനുഭവിച്ച ആ ദുഃഖവും പേറിക്കൊണ്ട് നടന്ന ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചെറിയ കാലഘട്ടമുണ്ട്. അത് കടന്നുപോയിരിക്കുന്നു. ആ കാലത്ത് നിന്ന് നമ്മൾ മാറിപ്പോയിരിക്കുന്നു. അതിനെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിനെ നമ്മൾ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയുവാൻ കഴിയും. ഇപ്പോൾ പ്രിയമുള്ളവരെ, നാം സന്തോഷിക്കണം. അതിനുവേണ്ടി ദൈവത്തിന്റെ സന്തോഷം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ഇവിടെ പറയുകയാണ്, ഞാൻ വീണ്ടും വരുമെന്ന്. ആ വീണ്ടും വരുന്നത് നിങ്ങൾ, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയുമില്ല എന്ന്. ഇതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചെറിയ കാലഘട്ടം, ഈ കാലഘട്ടം നമുക്ക് വളരെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമുക്ക് സമ്മാനിക്കുന്നതായ ഒരു കാലമാണ് ഈ ചെറിയ ജീവിതം. അന്ന് നിങ്ങൾ ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ, ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ, ദൈവം നമുക്കായി ഒരുത്തർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത ഒരു സന്തോഷം അവിടെ ഒരുക്കിയിരിക്കുന്നു. അതിലേക്ക് നാം പ്രവേശിക്കണം. അതിനായിട്ടാണ് യേശു വീണ്ടും വരുന്നത്. ആ വരവിൽ അവനോട് കൂടെ പോകുവാൻ, ആ നിത്യസന്തോഷം അനുഭവിക്കുവാൻ നമ്മൾ യേശുവിനായി കാത്തിരിക്കുക, നമ്മുടെ ഹൃദയത്തെ അതിനായി ഒരുക്കുക എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതേ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം പറയുന്നത്, എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് അനേക കഷ്ടങ്ങളുണ്ട്. ആ കഷ്ടങ്ങളെയൊക്കെയും നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. കാരണം ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ നമ്മളെ തേടിയെത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നമ്മളെ സഹായിക്കുവാൻ ആരും തന്നെ ഇല്ല. ഉള്ളവരോ അല്പസമയത്തേക്ക് മാത്രമായിരിക്കും. എന്നാൽ ദൈവം തരുന്ന ആ സന്തോഷം, ആ സമാധാനം, അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അതാണ് യേശു പറയുന്നത് ഇവിടെ, നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു ലോകത്തെ ജയിച്ചുവെങ്കിൽ യേശുവിലുള്ളവരും ലോകത്തെ ജയിക്കും. അവർക്ക് ജയിക്കുവാൻ കഴിയും. കാരണം ഈ ലോകം നമ്മെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആപത്തുകളിലേക്കും അനർത്ഥങ്ങളിലേക്കും കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ലോകം നമ്മളെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നമ്മളെ ഒരു നന്മയിലേക്ക് എത്തിക്കുകയില്ല. നമ്മളെ തിന്മയിലേക്ക് മാത്രമായിരിക്കും ലോകം എത്തിയിരിക്കുന്നത്. എന്നാൽ ആ ലോകത്തെ യേശു ജയിച്ചതോ, അത് നമ്മൾ അറിഞ്ഞിരിക്കുവാനും നമ്മൾ പഠിക്കുവാനും വേണ്ടിയാണ്. ആ യേശു ജയിച്ച ജയം യേശുവിലുള്ളവരും ജയിക്കും
ഇതുവരെയും അവർ പരാജയപ്പെട്ട അനേക സാഹചര്യങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അതിൽ നിന്നൊരു പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം വലിയ കഷ്ടം പിന്നെയും പിന്നെയും പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ആ കഷ്ടങ്ങളെയൊക്കെയും നീക്കി നാം ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മാവിന്റെ ശക്തി ദൈവം നമുക്ക് തരും. അതാണ് യേശുക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തെ നമുക്ക് ഒന്നും ലോകം നമ്മളെ ഒന്നും ചെയ്യുവാൻ അല്ലെങ്കിൽ ലോകത്തിന് കഴിയുകയില്ല. ലോകത്തെ നാം ജയിക്കുകയാണ്. ലോകത്തെ ജയിക്കുന്ന ആ ജയം ഏറ്റവും ഉന്നതമാണ്. അത് നമ്മുടെ ഇവിടുത്തെ ജീവിതം മാത്രമല്ല, വരുവാനിരിക്കുന്ന അവസാനമില്ലാത്ത നാളുകളിൽ അതനുഭവിക്കുവാനും നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, അതിനായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ ഇന്ന് വിഷമിക്കുന്നതായ, നിങ്ങൾ ദുഃഖിക്കുന്നതായ, ഭാരപ്പെടുന്നതായ വിഷയങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആശ്വാസദായകനായ യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും നിത്യമായ സമാധാനവും സന്തോഷവും നമുക്ക് നൽകുകയും ഇവിടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം തരുന്ന ദുഃഖത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ആ ദുഃഖം നമുക്ക് നിത്യ സന്തോഷമാക്കി തീർക്കുകയും അതുപോലെ തന്നെ ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നിന്ന് നിത്യമായ ഒരു സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് യേശു നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരും. ഒരുങ്ങിക്കൊള്ളുക എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.